ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കുട്ടിയുടെ പേര് നന്നാകുക എന്നുള്ളതാണ്. ഒരു കുട്ടി നന്നാകണമെങ്കിൽ ആദ്യം നന്നാകേണ്ടത് എന്താ? പേരാ. പേര് മോശമായി ഇട്ടാൽ അതിൻ്റെ പേരിൽ മാതാവിനെയും പിതാവിനെയും അന്ത്യനാളിൽ ശിക്ഷിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാവേണ്ട പറഞ്ഞത്? അത് വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിൽ കുറച്ച് കാലം എന്ന് പറഞ്ഞ വളരെ മോശപ്പെട്ട പേരാണ്, വളരെ മോശപ്പെട്ട പേര്. ഒരാൾ ആദ്യം നന്നാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട എന്താ? പേര് നന്നാകണം. ആണുങ്ങളിലും പെണ്ണുങ്ങളിലും പഴയ കാലത്തെ പേരും ഇന്നത്തെ പേരും തമ്മിൽ വ്യത്യാസം ഞാൻ ശരിക്കും നല്ലോണം മനസ്സിലാക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾ മുസ്ലിം ആയപ്പോൾ മോശപ്പെട്ട പേരുകളെയെല്ലാം ഗയ്യറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാ അസ്ഹാബിഹി അസ്സയ്യിഅ, ചീത്തയായ പേരൊക്കെ നബി മാറ്റി. എന്നിട്ട് ഏത് പേരാക്കി? പറയും, മനസ്സിലായില്ലേ? ഇങ്ങനെ പറഞ്ഞൂടെ? പേരിൽ എന്താണ് അങ്ങനെ പറഞ്ഞുകൂടാ. പേരുണ്ടായാൻ വേണ്ടി അങ്ങനെ പറയാൻ പാടില്ല. ഒരു കാര്യം നല്ലതാണെങ്കിൽ ഒന്നാമതായി അതിന്റെ പേര് നന്നാണ്, പേര് നന്നാണ്. ഇതിനിപ്പോ ഗാനമേള എന്ന് പേരിട്ടാണ് പേരെന്ന് പറയാൻ പറ്റുമോ? പറയും മനുഷ്യന്മാരെ, പറയും. അങ്ങനെ പേരിട്ടല്ലോ. എന്താ അവിടെ നടക്കണത്? അവിടെ എന്തോ ഒരു കുതിരവിടലാണ് എന്ന് പേരിട്ടു. എന്നിട്ട് പിന്നെ വയറു പറഞ്ഞു. ഇവിടെ എന്തെന്നെ പേരുണ്ട്? അതൊരു ദിക്റിന്റെ മജ്‌ലിസാണ്, അല്ലെങ്കിൽ ഒരു ഇൽമിന്റെ മജ്‌ലിസാണ്, അല്ലെ? അങ്ങനെ തന്നെയല്ലേ? ആദ്യം എന്ത് മനസ്സിലാവണ്ട പറഞ്ഞത്? ഒരു നോട്ടീസ് അടിക്കുകയാണെങ്കിൽ ആ നോട്ടീസ് നമ്മൾ നല്ല പേരെന്നെ വെക്കും. മതപ്രഭാഷണം, ഏകദിന മതപഠന ക്ലാസ്, അല്ലെ? അങ്ങനെ തന്നെയല്ലേ? പറയും മനുഷ്യന്മാരെ. ദിക്ർ മജ്‌ലിസ്, ദുആ മജ്‌ലിസ്, ഒരു കാര്യത്തിന്റെ അടിസ്ഥാനം ആദ്യം അതിന്റെ പേരുകൊണ്ടാ. ലോകത്തെ ഏറ്റവും നല്ല പേര് അല്ലാഹ് മുത്തുനബി കൊടുത്തു, മുഹമ്മദ്. മുഹമ്മദ്. കുട്ടി ജനിച്ചപ്പോൾ ഫലമ്മ അകലു ഖാലു യാ അബ്ദുൽ മുത്തലിബ് മാ സമ്മൈത ബിനക, 7-ാം ദിവസം അറവ് നടത്തിയിട്ട് അബ്ദുൽ മുത്തലിബ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. അബ്ദുള്ള എന്നവർ നേരത്തെ വഫാത്തായി റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്നവർ ഭക്ഷണം കൊടുത്തപ്പോ ആളുകൾ ചോദിച്ചു, മാ സമ്മൈത ബിനക, അബ്ദുൽ മുത്തലിബേ നിങ്ങളെ കുട്ടിക്ക് എന്താ പേരിട്ടത്? ഖാല സമ്മൈതുഹു മുഹമ്മദാ, ഞാൻ എന്റെ പേരിട്ട് മുഹമ്മദ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, അസ്മായി ആബായിക്ക, മറ്റു പല നിങ്ങളെ പിതാക്കന്മാർക്കില്ലാത്തൊരു പേരാണല്ലോ ഈ പേര്, ഈ പേര് എന്തേട്ട്? അപ്പോൾ പറഞ്ഞു, മുഹമ്മദൻ സമ്മൗന ബിഹിൽ ഹുദാ വഹുവ ഹഖുൻ നാസി ബിൽ ഹംദി. ഈ കുട്ടിയുടെ പേര് പോലെ തന്നെ എല്ലാവരും ഈ കുട്ടിയെ പ്രശംസിക്കണം. അത് ഞാൻ ഉദ്ദേശിച്ചു. അങ്ങനെ പേരിട്ട് കയറും. അള്ളാഹിന്റെ പ്രത്യേകമായ അറിയിപ്പ് കാരണമാണ് ആ കുട്ടിക്ക് ആ പേര് അബ്ദുൽ മുത്തലിബ് ഇടുന്നത്. വേറൊരു ചരിത്രമാണ്, ആ ഭാഗത്തേക്ക് ഇപ്പൊ വരുന്നില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ പേര് പോലെ ഈ കോടാനക്കോടി ആളുകൾ ഈ റബീഉൽ അവ്വലും പ്രശംസിച്ചിട്ടുണ്ട്. ആരെ? മുത്തുനബിയെ. ഇന്ന് പ്രശംസിച്ചിട്ടുണ്ട് മുത്തുനബിയെ. ഇപ്പൊ ഈ പറയണോ മുത്തുനബിന്റെ പ്രശംസ തന്നെ. ഈ വയല് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഭൂമിക്ക് മുകളിൽ 10,000-കണക്കിന് മജ്‌ലിസിലുണ്ടാവും ഇപ്പോ. ആരെ പ്രശംസിക്കാന്? ഹബീബായ നബിയെ. എന്തുകൊണ്ട്? പേരെന്താ? മുഹമ്മദ്. എന്താ അതിന്റെ അർത്ഥം? പ്രശംസിക്കപ്പെടേണ്ട ആള്. എന്താ പേര്? എന്താ പേര്? മുഹമ്മദ്. എന്താ അതിന്റെ അർത്ഥം? പ്രശംസിക്കപ്പെടേണ്ട ആള്. പേര് പോലെ തന്നെ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഒന്നാമതായി തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഒന്നാമതായി അവിടെ വളരെ ശ്രദ്ധിക്കണം. ഈ പെണ്ണുങ്ങളെ മാപ്പിളയായി നടക്കുന്ന പണി നമ്മൾ നിർത്തണം. ആണുങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് അങ്ങനത്തെ ഒരു ദുരന്തം വന്നിട്ടുണ്ട്. പെണ്ണുങ്ങളെ മാപ്പിളയാകുക. എന്നിട്ട് പെണ്ണുങ്ങൾ എന്തെങ്കിലും നോണ പറഞ്ഞു തരിക, ആ പേരണ്ടിടുക. അത് ഓളെ മൂത്തമ്മാന്റെ മകൾക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി, അപ്പൊ അതാണ് പേര്, സജിനു കുജിനു അങ്ങനെയൊക്കെയാണെന്ന് പറയാം. എന്തായാലും മകന ഓക്കും അറിയില്ല, നമ്മക്കറിയാം, നമുക്കും അറിയില്ല. നമ്മളോട് ഇപ്പൊ ചോദിച്ചു എന്താ അതിന്റെ പേര്? കാക്കിക്കു. എന്താ അതിന്റെ അർത്ഥം മൂല്യരെന്ന് വെച്ചാൽ എന്താ അതിന് പറയാ? മാമിമുവാർ. എന്താ മാമിമുവാറിന മൂല്യരെന്ന് വെച്ചാൽ എന്താ പേര് പറയാ? അതിനർത്ഥമല്ല എന്ന് പറഞ്ഞാൽ ഉപ്പം വിചാരിക്കണം ഇയാൾക്ക് വിവരമില്ലാന്നാ. ഓൻ പറഞ്ഞു കൊടുക്കണം, നുണക്കൊക്കെ നമ്മളർത്ഥം പറഞ്ഞു കൊടുക്കണം. ഒരർത്ഥം നോക്കിയിടൂല. മനസ്സിലായില്ല? എന്തതിൻ്റെയൊക്കെ പേര്? ഇതിനാ സജിന കൊജിനാന്ന് പേരിടേണ്ട ആവശ്യം എന്താ? ഏതെങ്കിലും സ്വഹാബികൾക്ക് അങ്ങനെ പേരുണ്ടോ?
പഴയ കാലത്ത് നമ്മളെ കാര്യം വിവരം വളരെ കുറവാണെങ്കിലും പേര് വൃത്തിയിരിക്കും. മൊയ്തീൻ, എന്താ ഈ മൊയ്തീൻ എന്ന വാക്കിന്റെ അസില്? മൊഹീദ്ദീൻ അല്ലേ? അല്ലേ പറയാ, അങ്ങനെ തന്നെ അല്ലേ? അബ്ദുൽ ഖാദർ, മൊഹീദ്ദീൻ. മൊഹീദ്ദീൻ ഇല്ലാത്തൊരു വീടുണ്ടായിരുന്നില്ല. ഈ മൊഹീദ്ദീൻ ആരാണ്? മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. ഉമ്മത്ത് മുസ്ലിമത്തില് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ 13ാമത്തെ പേരക്കുട്ടിയാ. ആര്? മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എന്ന് മാത്രമല്ല, ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന പിൻഗാമികളായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മഹാനാണ് ആര്? അഷേഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. ആ പേരാണ് മൊഹീദ്ദീൻ. അത് പിന്നെ ലോപിച്ച് ലോപിച്ച് മൊയ്തീനായി. എന്നാലും പേര് മൊയ്തീനാ. മൊയ്തീൻ മനസ്സിലായില്ല, മൊയ്തീനാണ്. എന്നാലും ആളുകൾക്കറിയാം ഈ മൊയ്തീൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാണ്? മൊഹീദ്ദീൻ ശൈഖിനാണ്. അതിന് അസിലുണ്ട്, അതിന് അസിലുണ്ട്. മമ്മദ്, മുഹമ്മദ്, മാമു, മനസ്സിലായില്ല? മാമു എന്ന് പറഞ്ഞാലും മനസ്സിലാക്ക ഉദ്ദേശിക്കുന്നത് ആരെയാണ്? മുഹമ്മദാണ്. മനസ്സിലായില്ല? ഇടക്കാലത്ത് വിവരം പറ്റ കുറഞ്ഞപ്പോ മുഹമ്മദ് എന്തായി മാറിയിട്ടുണ്ട്? മാമു ഒക്കെ അല്ലേ പറയേ. എന്നാലും അഹമ്മദ് അമ്മദായിട്ടുണ്ട്. എന്നാലും അതിന് എന്തുണ്ട് പറയാ? അതിന് എന്തുണ്ട്? ഒരു അസിലുണ്ട് കുട്ടി. ഒരു സാധനത്തിന് അതിന് ആദ്യം അതിന് അസിലെന്നാവണം, പേരെന്നാവണം. തേനിന് തന്നെ പേരിടണം. തേനിന് മൂത്രം എന്ന് പേരിടാൻ പറ്റൂല. മനസ്സിലായില്ല? തേനിന് മൂത്രം എന്ന് എഴുതി, മനസ്സിലായില്ല? ഒരു കുപ്പിന്റെ മുകളിൽ മൂത്രം എന്ന് എഴുതിച്ചിട്ടുണ്ട്. പറയും മനുഷ്യന്മാരെ, പെണ്ണുങ്ങൾക്ക് ഗർഭമുണ്ടോന്ന് പരിശോധിക്കാൻ വേണ്ടി അവള് മൂത്രം തന്നപ്പോ അത് അങ്ങനെ കുപ്പിന്റെ മേലെ എഴുതിയിട്ട് അത് ലാബിൽ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ആ കുപ്പി മടക്കി കൊണ്ടുവന്നു, സ്റ്റിക്കർ പറിക്കാൻ മറന്നുപോയി. കുപ്പി കഴുകി എണ്ണാക്കി. പിന്നെ അതിൽ എന്തൊഴിച്ച്? തേനൊഴിച്ച്. മൂല്യര് വന്ന് ഇതാക്കെ, അല്ലെങ്കിൽ ആരോ ഒരാൾ വന്ന് ഇവിടെ തേനുണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്. ആ കുപ്പി തേൻ കൊണ്ടുപോയി കൊടുത്താൽ മൂപ്പരതൊക്കെ കുടിക്കാൻ ഇടങ്ങാറുണ്ടോ? മനസ്സിലായില്ല? അപ്പൊ പുരക്കാരൻ എന്ത് പറഞ്ഞ് ബേജാറാണ്ട, അത് പണ്ട് അങ്ങനെ ഓള മൂത്രം കൊണ്ടുപോയി കൊടുത്തപ്പോ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. പിന്നെ സ്റ്റിക്കർ മറന്നുപോയതാണ് പറിക്കാന്. പിന്നെ പലവട്ടം അത് പിന്നെ ചരലും മണലും വെള്ളമൊക്കെ ഇട്ട് പലവട്ടം കഴുകിയിട്ടുണ്ട്. ഓള മൂത്രം ഒന്നും ഇപ്പൊ അതിലില്ല. അതിൽ ബേജാറാവുന്നതുകൊണ്ട് ഈ കുടിച്ച സാധനം എന്തെന്നെയാണ്? തേനെന്ന് പറഞ്ഞാലും കുടിക്കൂല. കാരണം സ്റ്റിക്കർ എഴുതിയത് എന്താ? സ്റ്റിക്കർ എഴുതിയാൽ എന്താ? മൂത്രം. നേരെ മറിച്ച് തേനെന്നാണ് സ്റ്റിക്കർമുള്ളത് നോക്കുക. മനസ്സിലായില്ല? തേനെന്നാണ് സ്റ്റിക്കർ ഉള്ളത് നോക്കുക. ഉള്ളിൽ എന്താണെന്ന് വെക്കുക? ഉള്ളിൽ തേനല്ലടോ, ഉള്ളിലുണ്ട്. തിരിച്ച് പുറത്തെ സ്റ്റിക്കർമ എന്താ ഉള്ളത്? തേന്. മനസ്സിലായ? പിന്നെ പരിപാടി പങ്കെടുത്തപ്പോ ആ പരിപാടിയിൽ ഇങ്ങനെ തേൻ കൊടുത്തതാ. അപ്പൊ ഒരു 100 ഉറുപ്പ്യ വാങ്ങി സ്റ്റേജിൽ നിന്ന് തേൻ കൊടുത്തു. ആ തേനിന്റെ ഉള്ളിൽ പിന്നെ എന്തായിരുന്നത്? തേനൊക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ പരിശോധിക്കാനുള്ള മൂത്രമാക്കി വെച്ചതാ. നോക്കുക, ഇത് ഇങ്ങനെ ജനൽ പൊടിമ കണ്ടാൽ പുറത്ത് എന്താ ഉള്ളത്? തേന് നെയ്തിച്ച ഏതൊരാളും ഒന്ന് തൊള്ളിയിൽ വെച്ച് നോക്കും. അപ്പൊ നോക്കുമ്പോ പുള്ളിയാണ്. എന്തോ ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കാൻ പാടുണ്ടോന്ന് പിന്നെ പറഞ്ഞാലും അകത്ത് പോവും. എന്തുകൊണ്ട്? മൂത്രം തൊള്ളി പാലും. എന്തുകൊണ്ട്? പുറത്ത് എഴുതി വെച്ചത് എന്താണ്? തന്നെ ഒരു മനുഷ്യൻ ആദ്യം നന്നാണ്ട പേരാണ്. ഒരു മനുഷ്യൻ ആദ്യം നന്നാവേണ്ട പേരാണ്. നിങ്ങൾ ചിന്തിക്ക്. മക്കൾക്ക് ഖദീജ എന്ന് പേരുള്ള ആളുകൾക്ക് കൈപ്പൊക്കാം. 1, 2. ബാക്കിയുള്ളവർക്കൊന്നും പെൺകുട്ടികളില്ലേ? ആയിക്കോട്ടെ, മനസ്സിലായില്ലേ പറഞ്ഞത്? ഖദീജ. ആരാ ഖദീജ? ഖദീജ എന്ന് പറഞ്ഞാൽ കമുല മിനൻ റിജാലി കസീറൂന വലം യക്മുൽ മിനൻ നിസാഇ ഇല്ലാ സലാസ. ഖദീജ ബിൻത് ഖുവൈലിദ് എന്ന് മുഹമ്മദ് മുസ്തഫ. പൂർണ്ണതയിലെത്തിയ ഒരുപാട് പുരുഷന്മാർ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്ത്രീകളിൽ പൂർണ്ണത എത്തിയ ആളുകൾ വളരെ കുറഞ്ഞ ആളേ ഉള്ളൂ. അതിൽപ്പെട്ട ഒരാൾ എൻ്റെ ഭാര്യ ഖദീജ ആണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്കുള്ള ഏറ്റവും ദറജ ഉയർന്ന പെണ്ണിന്റെ പേരാണ് ആര്? എന്ത്?
ഖദീജ. എന്താണ് ആ പേര് കുട്ടി കിട്ടാൻ? ചിന്തിക്കണം. അല്ലാഹു തആല ഒരു പേര് നന്നാകുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. പേരെന്നാണ് ഖദീജ, ആയിഷ, ഫാത്തിമ, നല്ല നല്ല പേരാണ്. നഫീസ, എന്താ നഫീസ? അമൂല്യം, വില മടിക്കാനാവാത്തവള്, വില കുറഞ്ഞവളല്ല, വില മടിക്കാനാവാത്തവള്, അവളുടെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ല. എന്താണ് എന്തിന്റെ അർത്ഥം? നഫീസ, നഫീസ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങളെ ചിന്തിക്കണം. നഫീസ എന്ന് പേരുള്ള ആളുകൾ ഇഷ്ടം പോലെ നമ്മുടെ വീടുകളിൽ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. എന്താ കാരണം? കാരണം മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുമായി നമ്മളെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധമാണ് ഇതിന് അടിസ്ഥാന കാരണം. എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ വിഷയത്തിന്റെ ഒന്നാം ഭാഗം പറഞ്ഞാണ്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പേരിൽ ഒരു കർശന രീതി നമ്മൾ കൊണ്ടുവരുന്ന വേണം. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട പേരിടണം. അത് നമ്മളൊരു വലുപ്പത്തരാണ്. നമ്മൾ എന്ത് കാര്യം ഹബീബായ നബിയിലേക്ക് ചേർക്കണം. മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാ കുട്ടികളുടെ പേരും അള്ളാന്റെ ഹബീബിലേക്ക് ചേർക്കണം. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വെക്കണം. മുഅ്മിനീങ്ങളെ, വളരെ ഇത് ചിന്തിക്കണം. പേര് നന്നാക്കി തന്നെ കൊണ്ടുവരണം. ഈ വിഷയത്തിൽ പെണ്ണുങ്ങളെ കണ്ടതിനെ മുഴുവനും പിന്നാലെ പോകുന്നത് അവസാനിപ്പിക്കണം. മാത്രമല്ല, പേരിന്റെ ഉത്തരവാദിത്തം പെൺവകക്കല്ല, ആൺവകക്കാണ്. وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. ഹന്നത്ത് ബീവിയുടെ ഭർത്താവായ ഇമ്രാൻ മരിച്ചുപോയി. അന്ന് ഹന്നത്ത് ബീവിക്ക് ഗർഭമുണ്ട്. ആ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് പേരിട്ടു ഹന്നത്ത് ബീവി. ആ പേരാണ് മറിയം എന്നത്. മറിയം എന്നാൽ അൽ ആബിദ, പടച്ചോനെ ഇബാദത്ത് ചെയ്യുന്ന പെണ്ണാണ് എന്നാണ് ഇതിനർത്ഥം. ഹിബ്രു ഭാഷയില് മറിയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽ ആബിദ, പടച്ചോനെ പറയേ ആരാ ഇബാദത്ത് എടുക്കുന്ന പെണ്ണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അള്ളാഹു നമ്മളെ മക്കൾക്ക് വേണ്ടി തൗഫീഖ് തരട്ടെ. അവിടെ അതിന്റെ തഫ്സീറിൽ കാണാം എന്ത്? വൈന്നി സമ്മൈതുഹ മറിയമ. ഹന്നത്ത് ബീവി പറയാണ്, ഞാൻ ഈ കുട്ടിക്ക് മറിയം എന്ന് പേരിട്ടു എന്ന് പറഞ്ഞോടത്ത് വ്യാഖ്യാനത്തിൽ കാണാം പേരിടേണ്ടത് ഹന്നത്തല്ല. ആരാണ്? കുട്ടിയുടെ ബാപ്പയാണ്. മനസ്സിലായില്ല? ഈ കുട്ടിയുടെ ബാപ്പയാണ് എന്തിടേണ്ടത്? പേരിടേണ്ട ഉത്തരവാദിത്തം പെണ്ണുങ്ങൾക്കല്ല. ആർക്കാണ്? പെണ്ണിന്റെ ഉത്തരവാദിത്തം മുല കൊടുക്കലാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലാണ്ട പറഞ്ഞത്? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫി ആമൈനി. 2 കൊല്ലം നെഞ്ചിൽ ചേർത്ത് പിടിച്ച് മുല കൊടുക്കുക എന്നുള്ളത് പെണ്ണിന്റെ ഉത്തരവാദിത്തം. അതേ സമയത്ത് പേരിടൽ എന്നത് ആണിന്റെ ഉത്തരവാദിത്തം. അവിടെ ആണ് മരിച്ചുപോയി. ആര്? ഹന്നത്ത് ബീവിയുടെ ഭർത്താവ് മരിച്ചുപോയി. മറിയം ബീവിയുടെ ബാപ്പ മരിച്ചുപോയി. അത് കാരണമായി പേരിടേണ്ടി വന്നു. ആര്? ഹന്നത്ത് ബീവി. ഇല്ലെങ്കിൽ അവിടെ ഹന്നത്ത് ബീവി പേരിടൂല എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. അപ്പം ആണുങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, എന്തെങ്കിലും പേരിടരുത്. അതിന്റെ പേരിൽ നമ്മൾ അള്ളാന്റെ കോടതിയിൽ എന്തിനാ കുടുങ്ങുന്നത്? നമ്മളെ കുട്ടികളെ പേര് മോശമാക്കിയാൽ എവിടുന്ന് പിടിക്കും? എവിടുന്ന് പിടിക്കും? ഒരു മനുഷ്യന്റെ പേര് മോശമായാൽ എവിടുന്ന് പിടികൂടും? മഹ്ശറിന്ന്. അപ്പോൾ അള്ളാന്റെ ഭാഗത്തുനിന്ന് വിളിയാളുണ്ടാവും. അള്ളാഹ്ക്ക് അറിയും. അറിയാത്തോണ്ടല്ല. ആരാണ് ഈ പേരിട്ടത്? പേരിട്ട ആളെ കൊണ്ടുവരും. അവൻ അതിന്റെ പേര് ശിക്ഷ അനുഭവിക്കും. എന്ത് മനസ്സിലായില്ലേ? മനസ്സിലാണ്ട പറഞ്ഞത്? കുട്ടികൾക്ക് മോശപ്പെട്ട പേരിട്ട് പോയാൽ അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും മാതാപിതാക്കൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് വളരെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം, അത് പേര് എന്ന നിലക്ക് വളരെ വൃത്തിയായ പേരിടണം. നല്ല പേരിടുക. വളരെ ചിന്തിക്കണം. ഇത് ഈ വീട്ടിലും
പിന്നെ ഖദീജ ഉണ്ടാവും, ആ വീട്ടിലും ഖദീജ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓമന പേര് കൊണ്ടും മറ്റുമൊക്കെ അഡ്ജസ്റ്റ് ആക്കിയ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? ഓർമ്മയില്ലേ അതൊക്കെ? ഓമന പേര് അല്ലെങ്കിൽ വലിയോള് ചെറിയോള് ഇങ്ങനെയൊക്കെ അങ്ങനെ പേരിടും. ശ്രദ്ധിക്കണം.